വിജയ് ശങ്കർ ചിന്നുവിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളെല്ലാം രുക്കു ചിന്നുവിന് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സും പലഹാരങ്ങളും ഷൂസും ഒക്കെയാണ്. എന്നാൽ അർച്ചന അതെല്ലാം രുക്കുവിന് മടക്കി കൊടുക്കും. രുക്കു പറയുന്നുണ്ട് ചിന്നുവിന് വേണ്ടി വിജയേട്ടൻ വാങ്ങിയതാ ഇതെല്ലാം എന്ന്. അർച്ചന പറയും അതുകൊണ്ട് തന്നെയാണ് മടക്കി തരുന്നതെന്ന്. അയാളുടെ ഒന്നും ചിന്നുവിന് വേണ്ടെന്ന് തന്നെയാണ് അർച്ചനയുടെ തീരുമാനം. രുക്കുവിന് അത് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കും. ദേഷ്യത്തോടെ തന്നെയാണ് രുക്കു ആ വീടിൻ്റെ പടി ഇറങ്ങുന്നത്. തിരികെ പോകുന്ന വഴിക്ക് രുക്കു വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും ചിന്മയെ ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. ഇപ്പം രുക്കുവും അർച്ചനയെ ഒരു ശത്രുവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അർച്ചന ചേച്ചി LLB ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് രുക്കു മനസ്സിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചന്ദ്രകാന്തത്തിൽ ചെന്ന് ചന്ദ്രലേഖയോടൊക്കെ പറയും. ഇതെല്ലാം കേട്ട് ചന്ദ്രലേഖ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കാരണം അർച്ചനയുടെ മുമ്പിൽ പോയി രുക്കുവും നാണം കെട്ടത് ഓർത്തിട്ടാണ് ചന്ദ്രലേഖയ്ക്ക് ചിരി വരുന്നത്. അത് രുക്കുവിന് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കും അർച്ചനയോട്. ചിന്നുവിന് ഈ കാര്യങ്ങളെല്ലാം വളരെ സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ തന്നു വിട്ടാന്ന് രുക്കു പറയുമ്പം ചിന്നുവിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയതായിരുന്നു. എന്നാൽ അർച്ചന അതെല്ലാം മടക്കി കൊടുത്തത് ചിന്നുവും തീരെ പ്രതീക്ഷിക്കാത്ത തന്നെയാണ്. അവൾ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ മഞ്ജു എന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മോളുടെ അച്ഛനിപ്പം നല്ല പ്രയാസം ഉണ്ടായി കാണും. ഒന്നാമതേ സങ്കടപ്പെട്ടിരിക്കുന്ന ചിന്നുവിന് അത് കേൾക്കുമ്പം കൂടുതൽ സങ്കടമാവും. ചിന്നു അതൊക്കെ തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അർച്ചന കോടതിയിൽ പോകാൻ റെഡിയായി വന്ന് ചിന്നുവിനോട് പറയുമെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നില്ല. അവൾ രാവിലെ നടന്ന കാര്യങ്ങളും അച്ഛനെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എടി മോളെ എന്നും പറഞ്ഞ് അർച്ചന ചിന്നുവിനെ തട്ടി വിളിക്കും. അന്നേരമാണ് ചിന്നു അർച്ചനയെ കാണുന്നത്. അവളുടെ മൂടൊക്കെ മാറിയത് അർച്ചനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമ്മാനം തിരികെ കൊടുത്തയച്ചതാണെന്നും അർച്ചനയ്ക്ക് മനസ്സിലാവും. അർച്ചന ഈ ചെയ്തത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. വിജയ് ശങ്കർ ഒരു പരിധിവരെ അർച്ചനയെ തോപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നത്. പിന്നെ മുന്നത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് വരെ ചിന്നുവിൻ്റെ ഒരു കാര്യം തിരക്കിയിട്ടില്ല, ഇപ്പോഴാണ് തിരക്കാൻ വരുന്നതെന്നൊക്കെ. പക്ഷേ എന്ത് തന്നെയാണേലും വിജയ് ശങ്കറാണ് അച്ഛനെന്ന് ചിന്നുവിന് പറഞ്ഞു കൊടുത്ത് വളർത്തിയത് അർച്ചന തന്നെയാണ്. അപ്പോൾ അച്ഛനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുന്നത് ചിന്നുവിനെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയായിരിക്കും. അതൊക്കെ ഇതുപോലെ വിലക്കേണ്ട കാര്യം അർച്ചനയ്ക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്കൂട്ടർ കൊണ്ടുവന്നു, അത് തിരിച്ചയച്ചു, ഓക്കെ. പക്ഷേ ഈ ചെറിയ സ്വീറ്റ്സ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും അതൊക്കെ വിലക്കുന്നത് ഇച്ചിരി കൂടിപ്പോയതുപോലെ തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ.